പിന്നെ ഹിന്ദു ജനസംഖ്യ വളരെ കുറയുന്നതിൽ ഹിന്ദുക്കളുടെ സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരായി ഏറ്റെടുത്തിട്ടുള്ള രണ്ടുപേർ വന്നിരുന്നുകൊണ്ട് പറയുന്നു. അതിനാരാണ് സാറേ ഉത്തരവാദി? ഹിന്ദുക്കൾ ജനസംഖ്യ കുറയുന്നതിൽ മുസ്ലിങ്ങളാണോ ഉത്തരവാദി? ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, പ്രീ ഡിഗ്രിയോ അതുപോലുള്ള വിദ്യാഭ്യാസമോ കഴിഞ്ഞാൽ മനുഷ്യൻ തൊഴിൽ തേടി പോകണം. തൊഴിൽ തേടി പോയാൽ ഒരു മതിയായ കാലയളവിൽ അവന്റെ ഒരു പ്രായത്തിൽ വിവാഹം കഴിക്കണം. എന്നിട്ട് ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതം നയിക്കണം. അങ്ങനെ കുട്ടികൾ ഉണ്ടാകും. ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ പഴയതുപോലെ 5 8 ഒന്നും ഉണ്ടായില്ല. അത് എല്ലാ സമുദായത്തിലും അന്ന് 5 8 ഉണ്ടായിരുന്നു. ഇന്ന് 1 2 കുട്ടികളാണ് എല്ലാ വീട്ടിലും. എനിക്കും 2, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും 2, ഈ സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ഈ 2 പേരേ ഉള്ളൂ. പക്ഷേ അവർ വിവാഹം കഴിക്കും. ഇതൊന്നുമില്ലാതെ വിദ്യാഭ്യാസവും ചെയ്യാതെ ശാഖയിലും പോയി കുറച്ച് കാവ്യ മുണ്ടും ധരിച്ചിട്ട് സമയത്ത് വിവാഹവും കഴിക്കില്ല. 10 40 50 വയസ്സ് വരെ ഇങ്ങനെ കുറെ നാട്ടിന് ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ കുറെ വികലമായ ചിന്തകളും ഉയർത്തിക്കൊണ്ട് പുനലൂർ അതിൽ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത്. 2 വർഷം മുമ്പ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വെച്ചൊരു കണക്കുണ്ട്. അത് 1ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച കുട്ടികളുടെ കണക്കായിരുന്നു. 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് ആദ്യമായി 1ാം ക്ലാസ്സിൽ ചേരുന്നത്. ഇതിൽ ഈ ആകെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജനസംഖ്യയിൽ ആ കുട്ടികളുടെ കണക്കാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള കണക്ക്, അതിൽ എത്ര പേരുണ്ടോ അതിന് സമാനമായ കണക്ക് മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ടായി. അപ്പോൾ താങ്കൾ പറയുന്ന ഈ കണക്ക് എവിടെ നിൽക്കുന്നു? തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലെ കണക്കിന് തുല്യമായ കുട്ടികളാണ് മലപ്പുറം ജില്ലയിൽ നിന്നും ആ വർഷം 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. കൂടുതൽ പറയേണ്ടല്ലോ. പറഞ്ഞു തരാം. സെൻകുമാർ സാറിന്റെ അടക്കം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുടെ അടക്കം RV ബാബു സാറിന്റെ അടക്കം മക്കളോ പേരമക്കളോ പഠിക്കുന്നത് അവിടെ സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളിലായിരിക്കും. അതിന്റെ കണക്ക് എവിടെ വരും? ഇന്ന് LPSൽ കൊണ്ട് ചേർക്കുന്നത് മലപ്പുറത്തും കോഴിക്കോട്ടുമുള്ള ജനസമൂഹങ്ങളാണെന്നല്ലേ അത് വരുന്നത്. അതിനല്ലേ റെക്കോർഡ് ഉണ്ടാകൂ. എല്ലാ ജാതിക്കാരനും ഓരോ സ്കൂളും കോളേജും ഇവിടെ കെട്ടിപ്പൊക്കിയിട്ട് അതാത് ജാതികളിലും മതങ്ങളും പഠിക്കുന്ന ബ്ലോക്ക് കോഴികളെ സൃഷ്ടിച്ച് എടുക്കുന്ന കുറെ വിദ്യാലയങ്ങളിൽ കൊണ്ട് കുട്ടികളെ വിട്ടിട്ട് പൊതുവിദ്യാലയത്തിൽ മലബാറിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി എന്ന് പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊരു യജ്ഞം തയ്യാറാക്കും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയൊക്കെ. മുഴുവൻ ഹിന്ദു വിദ്യാർത്ഥികളെയും ഗവൺമെന്റ് LPSൽ കൊണ്ട് ചേർക്കാനുള്ള ഒരു ആർജവത്വം കാട്ടൂ. അപ്പോൾ തീർച്ചയായിട്ടും ഹിന്ദു വിദ്യാർത്ഥികളുടെ എണ്ണം നിങ്ങൾക്ക് പെരുപ്പിച്ച് കാട്ടാൻ സാധിക്കും. നിങ്ങളോട് ഞാൻ ഒന്ന് പറയാം, ഇതൊന്നും കേരളത്തിൽ ചെലവാകില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞ 5 വർഷക്കാലം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു. 3 സീറ്റ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ 35 പേരുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാ. തോറ്റാൽ ഞങ്ങളെപ്പോലെ ആർജവത്വത്തോടു കൂടി ആ പരാജയത്തെ അംഗീകരിക്കുക. എന്നിട്ട് ആ പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തുക. അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് വർഗീയത പുലമ്പിയാൽ ഈ രാജ്യത്തെ ഹിന്ദു വോട്ടുകളെല്ലാം കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടും.